الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لو أنزلنا هذا القرآن على جبل لرأيته لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ധാരാളം ഫളായിലുകളുണ്ട്. ആ ധാരാളം ഫളായിലുകളുള്ള വെള്ളിയാഴ്ച, ധാരാളം ഫളായിലുകളുള്ള പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായി മുഅ്മിനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരം, പാപരഹിതരായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരം, അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ നല്ല ദാസന്മാരായ റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 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 നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ നോമ്പുകളും നമസ്കാരങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ തുടക്കം മുതൽ വളരെ പ്രയാസകരമായ ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടത്. പഞ്ഞാറമൂടിൽ ഒരു വീട്ടിലെ 5 ആളുകളെയാണ് അതേ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ കൊന്നു തള്ളിയത്. തൻ്റെ അനുജനോട് സ്നേഹമുണ്ട്, മറ്റുള്ളവരെ കൊന്നു എന്ന് അനുജനോട് പറഞ്ഞപ്പോൾ പേടിച്ച് അലമുറയിട്ട് പുറത്തേക്ക് ഓടാൻ വേണ്ടി നിന്ന ആ പൊന്നുമോന്റെ തലയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ആഞ്ഞു പതിച്ചു, അവനെയും കൊന്നു. ഈ വാർത്ത അതിന്റെ ഏറ്റവും ഭയാനകരമായ അവസ്ഥയിൽ നടക്കുമ്പോഴാണ് ഒരേ സ്കൂളിൽ ഒരേ ക്യാമ്പസിൽ സുഹൃത്തുക്കളായി കൂട്ടുകാരായി വർഷങ്ങളായി പഠിച്ചിരുന്ന സുഹൃത്തുക്കളുടെ കരങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മരണത്തിന് വിധേയമായ മറ്റൊരു വിദ്യാർത്ഥിയുടെ വളരെ പ്രയാസകരമായ വാർത്തയും നമ്മൾ അറിഞ്ഞത്. ഇതിനെ തുടർന്ന് അങ്ങോട്ട് ധാരാളം വാർത്തകൾ നമ്മൾ അറിഞ്ഞു. വിശ്വാസികൾ, എന്താണ് ഇതിന് കാരണം? ആലോചിച്ച് നോക്കിങ്ങൾ. ഇന്നലെ തിരൂരിൽ നിന്ന് ബുധനാഴ്ച 2 പെൺകുട്ടികളാണ് ഇറങ്ങിപ്പോയത്. അവരെ കണ്ടുകിട്ടിയത് ബോംബെയിൽ നിന്നാണ് എന്നാണ് ഇന്നത്തെ വാർത്ത. എവിടേക്കാണ് നമ്മുടെ ചുറ്റുപാടുകൾ പോകുന്നത്? എന്താണ് ഇതിന് കാരണം? നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. എത്ര വിശാലമായി പരിശുദ്ധ ഖുർആൻ ഇതിന് പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരം കാണാത്തത് കൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. വിശ്വാസികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആർക്കാണ് സാധിക്കുക? മുസ്ലിമായ ഒരു മനുഷ്യന് തൻ്റെ വീട്ടിലുള്ളവരെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ ചിന്ത ഉണ്ടാവും? തൻ്റെ കൂടെ പഠിച്ച് കൂട്ടുകാരനായി തൻ്റെ വീട്ടിലെ ആ സൽക്കാരത്തിന് വന്ന് ചായ കുടിച്ച് തൻ്റെ മകന്റെ കൂട്ടുകാരാണെന്ന് വിശ്വസിച്ച പിതാവിന്റെ മുന്നിലേക്ക് അതേ കൂട്ടുകാരുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട മകന്റെ ചേതനയിട്ട് ശരീരം കൊണ്ടുവരുമ്പോ ആ കുടുംബത്തിന്റെ പിതാവിന്റെ മാതാവിന്റെ വേദന എത്രയാണ്? ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? നാളെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനുള്ളൊരു മാർഗം എന്താ അറിയോ? ഖുർആനിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ ഈ പരിശുദ്ധ റമളാനിന്റെ നോമ്പെടുത്ത ഒരാളുടെ മനസ്സിൽ ഇത്രയും ക്രൂരമായ ഒരു ചിന്ത, ഈ ക്രൂരമായ ചിന്തയുടെ ഒരു അംശം പോലും ഉണ്ടാവുകയില്ല. ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് വിശാലതയുണ്ടാകും, സഹായിക്കാനുള്ള മനസ്സിന്റെ വിശാലതയുണ്ടാകും. അതേപോലെ തന്നെ എല്ലാവരെയും നല്ല രൂപത്തിൽ സ്നേഹിക്കാനുള്ള മാനസികമായ വിശാലതയുണ്ടാകും. എപ്പോഴതുണ്ടാവുമെന്നറിയോ? ദീനറിഞ്ഞ് ജീവിക്കുമ്പോൾ. നമ്മൾ കേട്ട ഒരു ആയത്തുണ്ട് സൂറത്ത് അൽ ബഖറയിൽ. എല്ലാ റമദാനിലും കേൾക്കുന്ന ആയത്താണ്, എല്ലാ റമദാനിന്റെ ക്ലാസ്സിലും കേൾക്കുന്ന ആയത്താണ്. ഒരുപക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മിമ്പറിൽ ഖുത്ബ നടത്തിയ ഖതീബ് പറഞ്ഞിട്ടുണ്ടാകും ഈ ആയത്ത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ
والفرقان فمن شهد منكم الشهر فليصمه. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയിലെ 185-ാമത്തെ ആയത്താണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തവും തെളിവുകളായി കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു ഈ മാസം. മനുഷ്യർക്ക് സന്മാർഗമായിട്ടാണ് ഖുർആൻ വന്നത്. സത്യാസത്യങ്ങളെ വേർതിരിച്ചുകൊണ്ടാണ് ഖുർആൻ വന്നത്. ഈ ഖുർആനിനെ അംഗീകരിച്ചാൽ സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഏറ്റവും നല്ല മാർഗത്തെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയും. പ്രിയമുള്ളവരെ, എന്ന് ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നുവോ നമ്മളെല്ലാവരും മൃഗത്തിന് തുല്യരായി, അല്ല മൃഗത്തിനേക്കാൾ അതപ്പതിച്ചവരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയല്ലേ പറഞ്ഞത്? ഈ സമൂഹങ്ങളൊക്കെ പരിശോധിച്ചു നോക്ക്. ഇസ്ലാമിക പേരുള്ളവരാണ് അവർ, പക്ഷേ മതബോധമില്ലാത്തവരാണ് എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെ കുറിച്ച് ഇങ്ങനെ കുറേ പറയുന്നുണ്ട്, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അന്ന ലഹും അജ്റൻ കബീറാ, വലിയ പ്രതിഫലമുണ്ട് എന്നാണ് വയുബശ്ശിറുൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നതോടൊപ്പം ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് നിങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. ഖുർആൻ പറയാണ്, ആ കാര്യങ്ങളാണ് ഖുർആൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നതെന്നാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായത്. വളഞ്ഞതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏറ്റവും നന്നായി പറഞ്ഞ ആ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. ഉഖാദ ചന്തയിലെ പേരുകേട്ട റൗഡിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ ഉഖാദ ചന്തയിലേക്കുള്ള വരവ് കണ്ടാൽ അവിടെയുള്ള ആളുകളെല്ലാം പേടിച്ചു വിറക്കുമായിരുന്നു. ഉമറിന്റെ പേര് കേട്ടാൽ വിറക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല അവിടെ. ആ മഹാനവറുകളുടെ ഹൃദയത്തിലേക്ക് ആ ഒരു വെളിച്ചം, ഒരു പ്രകാശം, പരലോക ചിന്തയുടെ ആ വലിയ ഒരു ഹിദായത്ത് കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ്. ആ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ആ ഉഖാദ ചന്തയിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ പേര് കേട്ട റൗഡിയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നീട് മാറുന്നത് സ്വർഗാവകാശികളിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10-ൽ 2-മനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
ഏതാ മാറ്റിയത്? ഖുർആനാണ്. ഖുർആനാണ് വിശ്വാസികളെ. ഇനി നിങ്ങൾ ചിന്തിക്കുക, റമളാൻ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമളാനിന്റെ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ എത്രയോ കൊല്ലങ്ങളായി ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. എത്രയോ വർഷങ്ങളായി ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ട് ഉണ്ടായത്? സ്വഭാവത്തിൽ മാറ്റമുണ്ടായോ? പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായോ? ഖുർആനിന്റെ ഏത് ആയത്താണ് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചത്? ഖുർആനിന്റെ ഏത് ആയത്താണ് ഒരു മുസ്ലിമായി നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ആ ആയത്ത് കേട്ടാൽ, ഇന്നത്തെ ഈ ഖുതുബ കേട്ട് ആ ആയത്ത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇനിയും തിരിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി തിരിയാനുള്ളൊരു അവസരം അപ്പോൾ നമുക്ക് നൽകുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. മനസ്സിലായോ? 2 ആഴ്ചയോളം ആശുപത്രിയിലായിരുന്നു എൻ്റെ ഉമ്മയോടൊപ്പം. ഈ നോമ്പ് തുടങ്ങിയത് മുതൽ ആ നോമ്പിന്റെ പകൽ മുഴുവനും നോമ്പെടുക്കാൻ ആഗ്രഹിച്ച് പറ്റാതെ വേദനയിൽ മുസ്ലിങ്ങളായ പല ആളുകളും രോഗശയ്യയിൽ കിടക്കുകയാണ്, വേദനയോടെ, പ്രാർത്ഥനയോടെ. നോമ്പിന്റെ രാത്രിയിലും നോമ്പിന്റെ പകലിലും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ശരീരം കീറി മുറിക്കപ്പെട്ട് ICUവിലേക്കും അവിടുന്ന് റൂമിലേക്കും മാറ്റപ്പെട്ട ധാരാളം രോഗികളെ കാണാനിടയായി ഈ റമദാനിന്റെ തുടക്കത്തിൽ. നമുക്കൊന്നും ആ പരീക്ഷണം വന്നിട്ടില്ലല്ലോ. നമ്മളൊക്കെ ആരോഗ്യത്തോടുകൂടി ഈ വെള്ളിയാഴ്ച ഇവിടെ ഇരിക്കുന്നില്ലേ? ഈ വെള്ളിയാഴ്ച വരെ നോമ്പെടുത്തില്ലേ? എത്ര ശുക്ർ ചെയ്യണം റബ്ബിനെ. ആലോചിക്കണം, വിശ്വാസികളെ, ചിന്തിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് പാകപ്പെടുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്, ഒരു ആയത്തുണ്ട്. ആയത്ത് ശരിക്കും നമ്മളൊന്ന് ഉൾക്കൊണ്ടാൽ ഇന്ന് ഈ പള്ളിയിലിരിക്കുന്ന നിങ്ങളുടെ കണ്ണ് നനയാതെ ഇന്ന് ഈ പള്ളി കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ വല്ലാത്തൊരു വചനമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയാ, ആ പർവ്വതം വിനീതമാകുന്നതും, മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ഖുർആൻ പറയാണ്, പർവ്വതം പൊട്ടിപ്പിളരുന്നത് കാണാമായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തന്ന ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടിപ്പിളർന്നിട്ടുണ്ടോ എന്നാ ചോദ്യം. അതാ ചോദ്യം. ആ മാറ്റമുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കും, സ്നേഹമുള്ളവരായിട്ട് ജീവിക്കും. നമ്മുടെ കൈ അക്രമത്തിന് വേണ്ടി ഉയരുകയില്ല, നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയില്ല, നിസാരമായ വിഷയത്തിന്റെ പേരിൽ മരണത്തെ ആഗ്രഹിക്കുകയില്ല. എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഈമാൻ നമുക്ക് നൽകുമായിരുന്നു ഈ ഖുർആൻ. പക്ഷെ ഖുർആനിനോട് നമ്മൾ അടുക്കാത്തതാ പ്രശ്നം. അതുകൊണ്ട് ഈ റമദാൻ അതിനെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ പ്രയോഗം നോക്ക്, നിങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കാൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു, നബിയോട് പറയാൻ, നിനക്ക് കാണാമായിരുന്നു. എന്താ കാണാ? ഖാശിയൻ, വളരെ വിനയത്തോടെ, മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭയപ്പാടിനാൽ അത് പൊട്ടിപ്പിളരുന്നത് കാണാമായിരുന്നു നബിയേ.
തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഒന്ന് ആലോചിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-ാം തീയതി മുതൽ തുടങ്ങിയ ഈ നോമ്പ് 2-ലും 3-ലും 4-ലും 5-ലും 6-ലും നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടോ? ജമാഅത്ത് നഷ്ടപ്പെട്ടോ? തറാവീഹ് നഷ്ടപ്പെട്ടോ? ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ? അങ്ങനെ സംഭവിച്ചെങ്കിൽ ആർക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നു? ആർക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നു? എന്തിനു വേണ്ടി പട്ടിണി കിടക്കുന്നു എന്നാലോചിക്കേണ്ടത് നമ്മളാണ്. ഈ ചോദ്യം വരേണ്ടത് നമ്മളിലേക്ക്. ശരിയല്ലേ? ആണോ അല്ലേ? ആലോചിക്കൂ വിശ്വാസികളെ. നഷ്ടപ്പെടാൻ പാടില്ല ഒന്നും. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യത്തോടുകൂടെ ചിന്തിച്ച് ഒരു തിരിച്ചുവരവിനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ പ്രഗൽഭനായ ഒരു ശിഷ്യനാണ് മഹാനായ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത സഹാബി. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പേരുകേട്ട മദ്യവ്യാപാരിയായിരുന്നു. പേരുകേട്ട മദ്യവ്യാപാരിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ മനോഹര സുന്ദരമായ ആ ഒരു മാധുര്യമേറിയ ആദർശം സ്വീകരിച്ചപ്പോ ഉണ്ടായ മാറ്റം സ്വർഗാവകാശികളുടെ കൂട്ടത്തിലേക്ക് മാറുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മനോഹരമായ ജീവിതമാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഹസ്ബുനല്ലാഹ് എന്ന് പറയാനുള്ള മനക്കരുത്ത് കിട്ടിയ സഹാബിമാരായി മാറി. അവരെ മാറ്റിയത് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. മനുഷ്യരെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഇരുളടഞ്ഞ വിശ്വാസമുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. പ്രിയമുള്ളവരെ, ആ ഗ്രന്ഥത്തെ പ്രതാപിയായ സ്തുത്യർഹനായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഗ്രന്ഥത്തെ നമ്മൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ് ഖാലൂ യാ റസൂലല്ലാഹ് മൻ ഹും ഖാല
ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു, തീർച്ചയായും ജനങ്ങളിൽ അല്ലാഹുവിന് ചില പ്രത്യേക ആളുകളുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളിൽ ചില പ്രത്യേകതയുള്ള ആളുകളുണ്ട്. ഖാലു, അപ്പ സഹാബക്കൾ ഒരുമിച്ച് ചോദിക്കും, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് നബി അവർ? ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഖാല, അല്ലാഹുവിന്റെ റസൂൽ ഗുരുനാഥൻ വന്യ ഗുരു പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവരാണ് ഖുർആനിന്റെ ആളുകൾ. അവർ ഖുർആൻ വായിക്കുന്നവരാണ്, അവർ ഖുർആൻ പഠിക്കുന്നവരാണ്, അതിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. മാത്രമല്ല അഹ്ലുല്ലാഹി വഖാസ്സ, അവർ അല്ലാഹുവിന്റെ പ്രത്യേകമായ ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ ആളുകളാരാണ്? ഖുർആന്റെ ആളുകളാണ്. ആ ഖുർആനെ സ്വീകരിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലേക്ക് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബൂ ഉമാമത്തുൽ ബാഖിലി ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതണം. ആരാരുമില്ലാത്ത പരലോകത്ത് ബാപ്പാക്ക് പറയാൻ പറ്റില്ല മകനെ കുറിച്ച്, ഉമ്മാക്ക് പറയാൻ പറ്റില്ല മകനെ കുറിച്ച്, മക്കൾക്ക് വാപ്പാരെയും ഉമ്മയെ കുറിച്ചും പറയാൻ പറ്റില്ല, ആർക്കും ആരെ കുറിച്ചും പറയാൻ പറ്റാത്ത പരലോകത്ത് ആരെങ്കിലും ഖുർആൻ ഓതിയാൽ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖിയാമത്ത് നാളിൽ ആ ഖുർആൻ അത് ഓതിയതിന് വേണ്ടി ശഫാഅത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇഖ്റഉ സഹ്റാവൈനി അൽ ബഖറ വസൂറത്തു ആൽ ഇംറാൻ. നിങ്ങള് സഹ്റാവൈനി ഓതണേ. ഏതാ സഹ്റാവൈനി? ഏതാണ് ആ രണ്ട് സൂറത്തുകൾ? ഒന്ന് സൂറത്തു അൽ ബഖറയാണ്, ഒന്ന് സൂറത്തു ആൽ ഇംറാനാണ്. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ. ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ ഖിയാമത്ത് നാളിൽ രണ്ട് സൂറത്തുകളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഏതുപോലെയാണെന്നറിയുമോ? രണ്ട് മേഘങ്ങൾ പോലെയാണ് കടന്നു വരിക. മേഘങ്ങൾ പോലെ. നോക്ക് നിങ്ങൾ, എന്തൊരാശ്വാസമാണ്. രണ്ട് സൂറത്തുകൾ മേഘങ്ങളെ പോലെ നമുക്ക് മീതെ അവർ വരുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അല്ലെങ്കിൽ ഔ കഅന്നഹുമാ ഗയാബതാൻ, അല്ലെങ്കിൽ രണ്ട് തണലുകളെ പോലെ വരും. ഈ രണ്ട് സൂറത്തുകൾ. അപ്പൊ ബാക്കി സൂറത്തുകൾ ഓതിയാലോ? നമുക്ക് വിശദീകരിക്കാനില്ല. ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ തൈരി സവാഫ്. ഇനി അതല്ലെങ്കിലോ, കൂട്ടം കൂടിയ പറവകളുടെ രണ്ട് നിരകൾ പോലെ നമുക്ക് തണലായിട്ട് വരും. സുബ്ഹാനല്ലാഹ്. അൽ ബഖറ ആൽ ഇംറാൻ ഓതിയാൽ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവർ ആ ആളുകൾക്ക് വേണ്ടി വാദിക്കും. തുഹാബാനി അന്ന സഹാബിഹിമാ ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹാ ബറക വതറക ഹസ്റ വലാ തസ്തതിഉഹാ അൽ ബഖല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൂറത്തു അൽ ബഖറ പഠിച്ചാലുള്ള അനുഗ്രഹം, സൂറത്തു ആൽ ഇംറാൻ പഠിച്ചാലുള്ള അനുഗ്രഹം, അത് ഓതിയാലുള്ള അനുഗ്രഹം, അത് ഖിയാമത്ത് നാൾ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ, ശാസ്ത്രികളെ, നമ്മുടെ സമയം ഒരല്പനേരം ആ ഖുർആനുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ നമ്മൾ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയും ധാരാളമുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് റമളാനിൽ പറയാൻ എണ്ണമറ്റ ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്താൽ ഇനിയുള്ള ആഴ്ചകളിലൂടെ അതിന്
അള്ളാഹു അവസരം നൽകുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തഖ്വയോടെ ഈമാനോടുകൂടെ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സ് നന്നാകും. മൻ സ്വാമ റമദാൻ ഈമാനൻ വഖ്തിസാബൻ, ആരെങ്കിലും ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതാണ് അതിന്റെ പ്രതിഫലം. മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. അതുപോലെ മൻ ഖാമ റമദാൻ, റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ വഖ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടെ. നോക്ക്, നിങ്ങൾ ഒരല്പം ദീർഘമായി ഓതിയാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് പോലും അലസത വരാൻ പാടില്ല നമുക്ക്. അങ്ങനെ വന്നാൽ ഈമാനിൽ കുറവുണ്ടെന്ന്. 1 മണിക്കൂർ നേരം രാത്രിയിൽ അള്ളാഹിന്റെ പള്ളിയിൽ നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഖബറിലും ആഖിറത്തിനും വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ പ്രിയമുള്ളവരെ, എപ്പോഴാണ് അള്ളാഹു അവസരം നൽകുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ 1 മണിക്കൂർ പുറത്ത് മൊബൈലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ സമയം പോകുന്നത് നമ്മൾ അറിയോ? അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ആ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? നമുക്ക് ഒരു ഗുണമില്ലല്ലോ. ഇന്ന് ഫുള്ള് ദോഷാണ്. ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങി, സിനിമയിൽ അഭിനയിച്ചവർ പറയാൻ തുടങ്ങി, നിർമ്മിച്ചവർ പറയാൻ തുടങ്ങി, കഥ എഴുതിയവർ പറയാൻ തുടങ്ങി. അതിനു മുമ്പേ ദീന് പറഞ്ഞു, അതിൻ്റെ പിന്നെ പോയാൽ മനസ്സ് പലതിലേക്ക് കൊണ്ടുപോകും. മനസ്സ് മദ്യത്തിലേക്ക് കൊണ്ടുപോകും, മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോകും, കലാപങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിലേക്ക് പോകല്ല എന്ന് ദീന് പറയാനുള്ള കാരണം അതായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് ദീന് പറഞ്ഞപ്പോ ദീന് സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണ്, മതം സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, മനുഷ്യരെ പിടിച്ച് കെട്ടുകയാണെന്ന് പറഞ്ഞു. ഇപ്പോ അതേ ആളുകൾ പറയാൻ, ഒരു ഭരണകൂടം, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വരെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കാരണം സിനിമകളും സീരിയലുകളും അതുപോലുള്ള കാഴ്ചകളുമാണ് എന്ന് ഒരു സമൂഹത്തിന്റെ മുന്നിൽ, ഒരു രാജ്യത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ ദീനിന്റെ കാഴ്ചപ്പാട് അറിയണം വിശ്വാസികളെ. നമ്മൾ ഓരോരുത്തരും സ്വാധീനമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. എങ്ങനെ കൊല ചെയ്യണമെന്നത് കാണിച്ചു കൊടുത്തത് ഈ മാധ്യമങ്ങളാണ്, അല്ലേ? മീഡിയകളിലൂടെ തെരഞ്ഞുകൊണ്ടിരിക്കാൻ ഏതൊക്കെ രീതിയിൽ കൊല്ലാം, എങ്ങനെയൊക്കെ കൊല്ലാം. അത് പഠിച്ചിട്ടാണ് ഇന്ന് കൊലപാതകങ്ങൾ നടത്തുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹിന്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ഒഴിവ് സമയങ്ങളിൽ മൊബൈൽ ആപ്പിൽ പീസ് റേഡിയോ ഓണാക്കുക. എത്രയോ ഉപകാരപ്രദമായ അറിവുകളാണ് അതിലൂടെ വരുന്നത്. ജമീൽ ആപ്പിലൂടെ നമുക്ക് ഉപകാരപ്രദമായത് പലതും വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തിൽ ഒരു ഹദീസെങ്കിലും പഠിക്കാൻ, ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും പഠിക്കാൻ, ഒരു ചരിത്രമെങ്കിലും പഠിക്കാൻ അലസതയില്ലാതെ, മടിയില്ലാതെ നമ്മുടെ കയ്യിലെ മൊബൈൽ ഉപയോഗപ്പെടുത്തിയാൽ ആ സമയം നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പഠിക്കാം. വീട്ടിൽ നിന്ന് എത്ര ഖുർആൻ ഓതാൻ പറ്റും അതൊക്കെ ഓതാൻ അറിയില്ലേ? എത്ര തരം ആപ്ലിക്കേഷൻസുകൾ. അതാണ് തുറന്ന് അതിന്റെ പ്ലേ ഞെക്കിയാൽ നല്ല മനോഹരമായ ഓത്തുകൾ വരും. ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ച്, സൂറത്തുകളെ മറച്ചു വെച്ച് സെലക്ട് ചെയ്ത് അതൊന്ന് പ്ലേ ബട്ടൺ അമർത്തിയാൽ ഓതുന്നത് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന എത്ര സാഹചര്യങ്ങൾ. അല്പസമയം കൊടുക്ക്, മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ റമദാൻ അങ്ങനെ മാറാനുള്ളൊരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നൽകി ഈ അവസരത്തെ ഏറ്റവും നല്ല അവസരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ മക്കളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു പിതാവിൻ്റെ കഷ്ടപ്പാട് എന്താ നമ്മുടെ മക്കൾ അറിയണം. ഒരു കുറച്ച് ദിവസത്തെ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാസികളുടെ വേദന, അവരനുഭവിക്കുന്ന വേദനകൾ, അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ. പക്ഷെ അത് അവരാരെ അറിയിക്കാറില്ല, മക്കളെ അറിയിക്കാറില്ല, സ്വന്തം ഭാര്യയെ, ഇണയെ, മാതാപിതാക്കളെ ആരെ അറിയിക്കാറില്ല. ചോദിക്കുന്നത്, പറയുന്നത് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ അറിയണം, ബാപ്പ എങ്ങനെ കഷ്ടപ്പെടുന്നു അവരറിയണം, ചെലവഴിക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നെങ്കിലും അല്പമെങ്കിലും ആ പിതാവിനോട് മക്കൾക്കൊരു സ്നേഹം ഉണ്ടാവുള്ളൂ, വാത്സല്യം ഉണ്ടാവുള്ളൂ. അതൊന്നും അറിയാതെ
ചോദിച്ചത് എടുത്തു കൊടുത്ത് അത് വലിയ വിപത്തിലേക്കാവാണ്. 8ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് മേടിക്കാൻ പണമില്ലാതെ സ്വന്തം സഹോദരിയെ ക്രൂരമായി അക്രമത്തിന് വിധേയമാക്കി വീട്ടിലിരിക്കുന്ന 13 ലക്ഷം രൂപ എടുത്തത് കേരളത്തിലാണ്. അറിയണങ്ങള്, കേരളത്തിലാണ്, ഈ റമദാൻ മാസത്തിലാണ്. വാർത്തയിലൂടെ അറിഞ്ഞതാണ്. എറണാകുളത്ത് സഹോദരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതും സഹോദരനാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാർത്ത നമ്മൾ വായിച്ചതാണ്. ഇങ്ങനെ സ്വന്തം സഹോദരിക്ക് നേരെ വികാരത്തോടുകൂടെ ചെന്ന് ആ പെൺകുട്ടിയെ തന്റെ വികാരത്തിന് ഉപയോഗപ്പെടുത്തിയ ഒരു സഹോദരന്റെ കഥ പറഞ്ഞത് കേരളക്കരയാണ്. മാറ്റം വരണമെങ്കിൽ ഖുർആനിലേക്ക് വരണം, അള്ളാനെ പേടിക്കണം, ദീൻ അറിയണം, പറന്നില്ല. അതുകൊണ്ടും നമ്മുടെ വീട്ടിൽ അത് പഠിപ്പിക്കുക, മക്കളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നമ്മളതറിയുക. അതിൻ്റെ ആദ്യം മുതൽ അതിൻ്റെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ വിവരണങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മുടെ മക്കളുമായി ഒന്ന് ചർച്ച ചെയ്യുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും ഈ തരത്തിലേക്ക് ആവരുത്, സഹിക്കാൻ കഴിയില്ല എന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിന്റെ മുഴുവൻ നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. സദഖകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഖുർആനിനെ പഠിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പോരായ്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഈ റമളാനിൽ ഈ നോമ്പെടുക്കുന്നതിലൂടെ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. മാതാപിതാക്കളോടൊത്ത് സ്നേഹത്തോടുകൂടി കഴിയാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അവരെ ശുശ്രൂഷിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.